ട്രയാങ്കുലർ ആയിട്ട് ഒരു കോറിലേഷൻ ഹീറ്റ് മാപ്പ്, അതായത് കോറിലേഷൻ ഹീറ്റ് മാപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഡേറ്റ പ്രീ പ്രോസസ്സിങ് ആൻഡ് EDA സ്റ്റേജ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഡേറ്റ ഫ്രെയിം, പാൻഡാസ് ഡേറ്റ ഫ്രെയിമിൽ വരുന്ന ഒരു ഡേറ്റ, അതിൽ മൾട്ടിപ്പിൾ കോളംസ് ഉണ്ട്. സോ അതിൽ ചിലപ്പം ന്യൂമറിക്കലും കാറ്റഗറിക്കലുമായിട്ടുള്ള വേരിയബിൾസ് ഉണ്ടാവാം. പക്ഷേ എന്നാലും കാറ്റഗറിക്കലായിട്ടുള്ള വേരിയബിൾസിനെ നമ്മൾ ന്യൂമറിക്കലായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഓരോ ഫീച്ചേഴ്സും ടാർഗറ്റ് കോളം അല്ലെങ്കിൽ ലേബൽ കോളവുമായിട്ടുള്ള കോറിലേഷനും അതുപോലെ തന്നെ വിത്തിൻ ഓരോ ഫീച്ചേഴ്സ് തമ്മിലുള്ള കോറിലേഷനും നോക്കാനായിട്ട് നമുക്ക് .corr എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഡേറ്റ ഫ്രെയിമിന് ബിൽറ്റ് ഇൻ ആയിട്ടുള്ള. സോ അത് നമുക്ക് ഓരോ ഫീച്ചറും വിത്ത് റെസ്പെക്ട് ടു ഓരോ കോളവും വിത്ത് റെസ്പെക്ട് ടു എവരി അതർ കോളം ആയിട്ടുള്ള പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ആ വാല്യൂ ആയിരിക്കും തരുന്നത്. അതായത് -1നും +1നും ഇടയിലായിരിക്കും വരുന്നത്. ആ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കൊരു അഗെയിൻ അനദർ ഡേറ്റ ഫ്രെയിം ആയിട്ടായിരിക്കും അത് തിരിച്ചു തരുന്നത്. സോ അതിന് നമുക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് സീബോൺ ലൈബ്രറിയിൽ നമുക്ക് വേണമെങ്കിൽ ഹീറ്റ് മാപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും. സോ ഹീറ്റ് മാപ്പ് പ്ലോട്ട് ചെയ്ത് കഴിയുമ്പം ഡെഫിനറ്റ്ലി നമുക്ക് ഡയഗണൽ എലിമെൻറ്റ്സ് എല്ലാം 1 ആയിരിക്കും. കാരണം എവരി കോളം വിത്ത് റെസ്പെക്ട് ടു എവരി അതർ കോളം കോറിലേഷൻ വാല്യൂ 1 ആയിരിക്കും. കാരണം സെയിം വാല്യൂ സെയിം കോളം വിത്ത് റെസ്പെക്ട് ടു സെയിം കോളമാണ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള കേസുകളിലെല്ലാം നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടും. അൺലെസ് ഒരേ 2 കോളംസിലുള്ള സെയിം വാല്യൂസ് എല്ലാം അതേപടി സെയിം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ അവിടെ നമ്മൾ യൂഷ്വലി നമ്മുടെ മെട്രിക്സ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പം അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിട്ടായിരിക്കും നമുക്കത് കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരു ഹീറ്റ് മാപ്പ് ആണെങ്കിൽ നമുക്കൊരു സ്ക്വയർ ലൈക്ക് സ്ട്രക്ചറിലായിരിക്കും കിട്ടുന്നത്. പക്ഷേ അവിടെയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡയഗണലി സിമെട്രിക് ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആയിരിക്കും. കാരണം എവരി കോളം വിത്ത് റെസ്പെക്ട് ടു എവരി അതർ കോളം കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് കൊണ്ട് നമുക്ക് ഡയഗണൽ വൈസ് സിമെട്രിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാവുക. സോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കോറിലേഷൻ മെട്രിക്സ് അല്ലെങ്കിൽ ഹീറ്റ് മാപ്പ് വരയ്ക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് റിഡൻഡൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഉള്ളത്. കാരണം ഡയഗണലി സിമെട്രിക് ആയിട്ടുള്ള മെട്രിക്സ് ആയതുകൊണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ നമുക്കതെങ്ങനെ ആ ഒരു ഡയഗണൽ പാർട്ട് റിഡൻഡൻ്റ് ആയിട്ടുള്ള പാർട്ട് ഒഴിവാക്കാം, എങ്ങനെ നമുക്കൊരു ട്രയാങ്കുലർ കോറിലേഷൻ ഹീറ്റ് മാപ്പ് ആക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് വേണ്ട ഇൻപോർട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് സീബോൺ ഇമ്പോർട്ട് ചെയ്യണം, അതുപോലെ മാറ്റ്പ്ലോട്ലിബും ഇമ്പോർട്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഡേറ്റ ഫ്രെയിം ലോഡ് ചെയ്യുന്ന പാർട്ടാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഓൾറെഡി ആ ഡേറ്റ ഫ്രെയിം നിങ്ങളുടെ ഒരു വേരിയബിളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അത് വെച്ച് വർക്ക് ചെയ്യാം. സോ ഇവിടെ ഞാൻ AutoMPG എന്ന് പറയുന്ന ഡേറ്റ സെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. തൽക്കാലം ഫോർ ദ ഡെമോൺസ്ട്രേഷൻ ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് കാറ്റഗറിക്കലായിട്ടുള്ള കോളംസ് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ഡ്രോപ്പ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ആക്സസ് = 1 കൊടുത്തിട്ടുണ്ട് കോളം വൈസ് ഡ്രോപ്പ് ചെയ്യാനായിട്ട്. ദെൻ ഈ ഒരു സ്റ്റെപ്പിലാണ് ഞാനതിൻ്റെ കോറിലേഷൻ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു .corr ഫംഗ്ഷൻ ഒരു ഡേറ്റ ഫ്രെയിമിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഡേറ്റ ഫ്രെയിമിൻ്റെ അകത്തുള്ള എല്ലാ കോളംസും ന്യൂമറിക്കലാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു കോറിലേഷൻ മെട്രിക്സ് തിരിച്ച് കിട്ടും. സോ ആ ഒരു കോറിലേഷൻ മെട്രിക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡയഗണൽ വൈസ് എബോ ആയിട്ടുള്ള ഡയഗണൽ എലമെൻറ്റ്സിന് മുകളിലോട്ടുള്ള വാല്യൂസ് എല്ലാം നമുക്ക് മാസ്ക് ചെയ്യണം. സോ നമുക്കൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഡയഗണൽ വൈസ് അതിൻ്റെ അപ്പർ പാർട്ടിലുള്ളതെല്ലാം 1s വരുന്ന രീതിയിൽ 1 വാല്യൂ ബാക്കി 0 വരുന്ന രീതിയിൽ ഒരു മാസ്ക് വെക്റ്റർ ക്രിയേറ്റ് ചെയ്യണം. സോ അത് നമ്മുടെ കോറിലേഷൻ മെട്രിക്സിൻ്റെ അതേ ഷേപ്പിലായിരിക്കുകയും വേണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ NB1s like എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. എന്നിട്ട് അത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുന്നു. സോ നമുക്കൊരു മാസ്ക് മെട്രിക്സ് കിട്ടുന്നു. നെക്സ്റ്റ് നമ്മൾ ഹീറ്റ് മാപ്പ് വരയ്ക്കുമ്പോൾ ഈ കോറിലേഷൻ മെട്രിക്സ് പാസ് ചെയ്യുന്നതിൻ്റെ കൂടെ മാസ്ക് എന്ന് പറയുന്നൊരു വേരിയബിളിൽ ഈ പറയുന്ന നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഡയഗണൽ 1s like അപ്പർ പാർട്ട് മാത്രം 1s വരുന്നതും റിമൈനിങ് ഡയഗണൽ എലിമെൻറ്റ്സും അതിന് താഴത്തോട്ടും ഡയഗണൽ എലിമെൻറ്റ്സിൻ്റെ താഴത്തോട്ട് 0 വരികയും ചെയ്യുന്ന ഈ മെട്രിക്സ് നമ്മൾ പാസ് ചെയ്യുന്നു മാസ്കായിട്ട്. ദെൻ ഇതിൻ്റെ മാർക്കിംഗ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ അനോട്ടേഷൻ = true കൊടുക്കുന്നു. അതുപോലെ തന്നെ ഒരു കളർ മാപ്പിംഗ് നമ്മൾ ഡിഫോൾട്ടായിട്ടുള്ള കളർ മാപ്പിംഗ് അല്ല, നമുക്ക് കുറച്ചും കൂടി ഒരു ഭംഗിയുള്ളൊരു കളർ മാപ്പിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ CMap = വെർഡീസ് എന്ന് പറയുന്ന കളർ മാപ്പിംഗ് കൊടുക്കുന്നു. അതാണ് ഇവിടെ ഒരു ഗ്രീൻ ആൻഡ് യെല്ലോയിഷ് കളറിൽ ഒരു ബ്ലൂ ഗ്രീൻ യെല്ലോ ഒരു അങ്ങനെ ഒരു ഗ്രേഡിയൻറ്റിൽ പോകുന്ന ഒരു കളർ മാപ്പാണ് നമുക്ക് കിട്ടുന്നത്.
ഇനി എക്സ് ആക്സിസിൽ വരുന്നത് റീഡബിലിറ്റിക്ക് വരുന്ന വേണ്ടിയിട്ട് നമ്മളതിൻ്റെ എക്സ് ആക്സിസിലെ ടിക്സ് നമ്മൾ ചെറുതായിട്ട് അതിൻ്റെ ആംഗിൾ ഒന്ന് ചേഞ്ച് ചെയ്യുന്നു ഒരു 45 ഡിഗ്രി. സോ ദാറ്റ് നമുക്ക് റീഡബിലിറ്റി ഇമ്പ്രൂവ് ആവും. കാരണം ഇത് നേരെ വെർട്ടിക്കലി എഴുതി കഴിഞ്ഞാൽ നമുക്ക് റീഡബിലിറ്റി അത്ര എളുപ്പമല്ല. സോ ദെൻ നമ്മൾ ഗ്രാഫ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ plt.show കൊടുക്കുന്നു. സോ ഇതാണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹീറ്റ് മാപ്പ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, നമുക്ക് MPG കോളവും ബാക്കി എല്ലാ കോളംസും തമ്മിലുള്ള കോറിലേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നുകിൽ ഈ ഒരു കോളം വൈസ് വാല്യൂസ് നോക്കിയാൽ മതി. സോ നമുക്ക് ഇവിടെ നമുക്ക് MPG വിത്ത് ഒറിജിനുള്ള കോറിലേഷൻ വാല്യൂ അറിയാൻ പറ്റും, MPG വിത്ത് മോഡൽ ഇയർ അറിയാൻ പറ്റും, MPG വിത്ത് ആക്സലേഷൻ അറിയാൻ പറ്റും, സോ ആൻഡ് സോ ഫോർത്ത്. സോ ഒബ്വിയസ്ലി MPG വിത്ത് MPG 1 ആണ്, അവിടെ നമ്മൾ മാസ്ക് ചെയ്തിരിക്കുകയാണ്. 1 ലൈക്ക് ആ ഒരു വാല്യൂസ് ഡയഗണൽ എലമെൻറ്റ്സ് ആണ്, അതെല്ലാം മാസ്ക് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അപ്പർ പാർട്ടിലോട്ടും മാസ്ക് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല ഈ ഡയഗണൽ എലമെൻറ്റ്സ് അക്രോസ് അത് അതർ സൈഡിൽ സെയിം വാല്യൂ ആണ് വരുന്നത്. അതായത് ഇവിടെ ഈ ഒരു സെല്ലിൽ വരേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെയിം വാല്യൂസ് തന്നെയാണ്. സിലിണ്ടേഴ്സ് വിത്ത് MPG എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ഇവിടെയും. നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റോ ആൻഡ് കോളം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തന്നെ റിഫ്ലക്ഷൻ ആയിരിക്കും ഇവിടെയും വരുന്നത്. സോ റിഡൻഡൻറ്റ് ഇൻഫർമേഷന് അതിൻ്റെ ആവശ്യമില്ല, അത് നമ്മൾ മാസ്ക് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ മാത്രം നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ മാപ്പ് ക്രിയേഷന് സാധിക്കും. നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കളർ മാപ്പ് ഹീറ്റ് മാപ്പ് ഓപ്ഷനെ നമ്മൾ ജസ്റ്റ് ഒന്ന് മൈനർ മോഡിഫിക്കേഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിലോട്ട് അതിനെ കൊണ്ടുവരുന്നത്. സോ ഇതുപോലുള്ള ചെറിയ ചെറിയ ലൈക്ക് അപ്ഗ്രഡേഷൻസ് ഇംപ്രവൈസേഷൻസ് നമുക്ക് പ്ലോട്ടുകളിലും കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് കുറച്ചും കൂടെ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് വിഷ്വലൈസേഷൻ ഗ്രാഫുകളായിരിക്കും നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. സോ ഇങ്ങനെയുള്ള ടെക്നിക്സ് മനസ്സിലാക്കിയിരിക്കാൻ ശ്രമിക്കുക, വിച്ച് വിൽ ബി യൂസ്ഫുൾ ഫോർ യു.